ഹായ് ഗൈസ്, RM ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒരിടം വരെ പോവുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ദുബായിലേക്ക് തിരിച്ചു വന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് വന്നത് കുട്ടികൾക്ക് സ്കൂൾ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടിക്കറ്റ് റെഡി ആയപ്പോൾ പെട്ടെന്ന് ആയതുകൊണ്ട് ധൃതി പിടിച്ച് പോകുന്നത് കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് നാട്ടിൽ വെച്ച് മിസ്സായി. അതായത് കുറച്ച് ഡ്രസ്സും പിന്നെ കുറച്ച് വാങ്ങി വെച്ച മെഡിസിൻസും അതൊക്കെ നാട്ടിൽ വെച്ച് മിസ്സായി പോയി. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അത് നാട്ടിൽ നിന്ന് ഒരു കസിൻ വന്നപ്പോൾ ഉമ്മച്ചി അതെല്ലാം പാക്ക് ചെയ്ത് അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ഞാനോട് കയറട്ടെ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയത് സാറ്റർഡേ ആണ്. ഇപ്പോൾ വീഡിയോ വരുമ്പോഴത്തേക്കും 2 ദിവസം കൂടി കഴിയും. പക്ഷെ ഞങ്ങൾ പോയത് സാറ്റർഡേ ആണ്. സാധാരണ സാറ്റർഡേ സൺഡേ ഒക്കെ ഇവിടെ മിക്കവർക്കും തന്നെ അവധിയായിരിക്കും. അപ്പോൾ അധികം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുറച്ച് ട്രാഫിക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രാഫിക് കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ പോകാമെന്ന് വിചാരിച്ചത്. ഇറങ്ങിയ സമയത്തൊന്നും വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ നല്ല കൂളായിട്ട് പോയി. അപ്പോൾ അവൻ താമസിക്കുന്നത് കറാമയിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷാർജയിൽ നിന്ന് കറാമയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം രാവിലെ തന്നെ ഇറങ്ങിയതുകൊണ്ട് വലിയ ബ്ലോക്കൊന്നും ഇല്ലാതെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് ഏകദേശം ദുബായ് എയർപോർട്ടിൻ്റെയൊക്കെ ഒരു പരിസരമാണ്. അപ്പോൾ ഒരു ഫ്ലൈറ്റ് പൊങ്ങുന്നത് കണ്ടപ്പോൾ മോളെടുത്ത ഒരു വീഡിയോയാണത്. പിന്നെ ഇത് ദുബായ് ക്ലോക്ക് ടവർ ആണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ കുറച്ചും കൂടി പോകണം നമുക്ക്. അങ്ങനെ ഫൈനലി നമ്മൾ അവനെ മീറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം കിട്ടിയില്ല. കാരണം അവൻ പറഞ്ഞു തന്ന ലൊക്കേഷനേക്കാളും കുറേ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളുടെ അടുത്തേക്ക് അവൻ നടന്ന് വരികയായിരുന്നു. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പർ പ്ലേസ് കിട്ടിയില്ല. ഇപ്പോൾ വണ്ടി ഇട്ടിരിക്കുന്നത് ഒരു ബസ് സ്റ്റോപ്പിലാണ്. ഇവിടെ അങ്ങനെ ബസ് സ്റ്റോപ്പിലൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വണ്ടി ഡബിളിട്ട് നിർത്തിയിട്ട് കുറച്ച് നേരം കാറിൽ തന്നെ ഇരുന്ന് അവനുമായിട്ട് സംസാരിക്കുമായിരുന്നു. പിന്നെ അവൻ കൊണ്ടുവന്ന കിറ്റ് ഞാൻ മേടിച്ച് കാറിൽ വെച്ചു. പിന്നെ ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കാറിലിരുന്ന് തന്നെ കുറച്ച് നേരം സംസാരിച്ചു. ഇവിടെ എന്താണ് ഇത്ര ബ്ലോക്ക് എന്നറിയില്ല, ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ അവനോട് ടാറ്റ പറഞ്ഞ് പോന്നു. അങ്ങനെ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന സമയത്താണ് ദുബായ് ഫ്രെയിം നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടത്. ഇവിടെ എന്താണ് ഇത്രയും ബ്ലോക്ക് വരാനുള്ള കാരണം എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. കാരണം ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുറേ ബ്ലോക്കൊക്കെ കിട്ടിയതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കലൊക്കെ നടക്കില്ല, കുറേ ടൈം ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. രാത്രിയായി വീട്ടിലെത്തിയപ്പോഴേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.